ഈ നിയമവ്യവസ്ഥയുടെ പല കാര്യങ്ങളിലും പല ആശങ്കകളുമുള്ള ഒരു സമൂഹമാണ് നമുക്ക്. സാധാരണ മനുഷ്യന്റെ ഏറ്റവും അവസാനത്തെ പ്രതീക്ഷയാണ് നമ്മുടെ നീതി ന്യായ വ്യവസ്ഥ. ആ വ്യവസ്ഥ, നമ്മുടെ ജനാധിപത്യവും അതിൻ്റെ എല്ലാ അനുബന്ധ മേഖലകളിലും ഒരുപാട് അപജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാലത്ത് എല്ലാ മേഖലകളിലും അഴിമതികളും സ്വജനപക്ഷപാതങ്ങളും പണാധിപത്യവും ഒക്കെ വല്ലാതെ വാഴുന്ന ഒരു കാലത്ത് നമ്മളൊക്കെ ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്ന വളരെ സുതാര്യമായ, സ്വതന്ത്രമായ, മറ്റൊരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാത്ത, ഒരു സ്വാധീനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വഴങ്ങാത്ത ഒന്നാണ് ഈ നീതിന്യായ വ്യവസ്ഥ എന്ന അഭിമാനത്തോടെ കാണുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ജീവിക്കുന്ന ഒരാൾ. പക്ഷേ ഇപ്പോൾ ചില വാർത്തകൾ വരുന്നു, നമ്മളെയൊക്കെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ചില വാർത്തകളാണ്. ചില ന്യായാധിപന്മാരുടെയൊക്കെ ഭവനങ്ങളിൽ നിന്നും കോടികൾ കള്ളപ്പണത്തിന്റെ രൂപത്തിലൊക്കെ പിടിച്ചെടുക്കപ്പെടുന്ന വാർത്തകൾ. ചില വിധികൾ ഉണ്ടാകുന്നത് ഭരണകൂട താല്പര്യങ്ങൾക്കനുസൃതമായി, ഭരണാധികാരികൾക്കനുസൃതമായി, അവരുടെ താല്പര്യങ്ങൾക്കനുസൃതമായി ചില വിധി പ്രസ്താവങ്ങൾ ഉണ്ടാകുന്നത്. അത്തരം വിധി പ്രസ്താവിക്കുന്നവർക്ക് പിന്നീട് സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ ചില അംഗീകാരങ്ങളും അവർക്ക് ചില സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കുന്നത്. ഇതൊക്കെ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ ആശങ്കപ്പെടുത്തുന്നതാണ്. കാരണം നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഈ നീതിന്യായ വ്യവസ്ഥ. അവിടെ ഒരു പുഴുക്കുത്തുകളും ഉണ്ടാകരുത്. അത് ഏറ്റവും സുതാര്യമായിരിക്കണം, ഏറ്റവും നീതിപൂർവവും നിഷ്പക്ഷവുമായിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന നമുക്ക് ഇത്തരം ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളാണ്. പക്ഷെ അത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ പ്രചാരം കൊടുത്ത് നമ്മുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും ഇതിലാണ്. ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതുകൂടി ഈ ഒരു വേദിയിൽ പൊതുസമൂഹത്തിൻ്റെ സാധാരണ പൗരന്മാരുടെ ചില ആശങ്കകൾ കൂടി നമുക്ക് അറിയിക്കേണ്ടതുണ്ട്.